സാന്ത്വന രംഗത്തെ പുറക്കൽ ക്ലബിന്റെ കൈത്താങ് അശരണരെ സഹായിക്കുന്നതിനു വേണ്ടി ക്ലബ്ബ് 6ാമത് ഫൈസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ നടക്കുന്ന ടൂർണമെന്റിന്റെ പ്രോഗ്രാം പ്രകാശനവും വിവിധ സമ്മാനങ്ങൾ നൽകുന്ന ഞെറുക്കെടുപ്പ് കൂപ്പന്റെ ഉദ്ഘാടനവും ഉന്നത വിജയം കൈവരിച്ച ക്ലബ്ബിലെ അംഗങ്ങളുടെ കുട്ടികൾക്ക് അവാർഡ് വിതരണവും ഫിലിം സ്റ്റാറും നവ സംവിധായകനുമായ സലാം ബുഹാരി ഉദ്ഘാടനം ചെയ്തു. ഒരു കൂട്ടം യുവാക്കളുടെ നിസ്വാർത്ഥ സേവനം നാടിന്റെ കൈത്താങ്ങായി മാറുന്നു. ഫുട്ബോൾ ടൂർണമെന്റിലൂടെയും ഞെറുക്കെടുപ്പ് പ്രവർത്തനത്തിലൂടെയും സമാഹരിക്കുന്ന തുകകൾ സഹായഹസ്തങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് പുറക്കൽ ക്ലബിന്റെ വേറിട്ട പ്രവർത്തനം. ക്ലബ്ബ് പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സജു സ്വാഗതവും ടൂർണമെന്റ് കൺവീനർ സഹീർ നന്ദിയും രേഖപ്പെടുത്തി. ഇന്നത്തെ സംഭവിച്ചാൽ ഉന്നത വിദ്യാഭ്യാസം ഉന്നത വിജയം കരസ്ഥമാക്കിയ പിള്ളേർക്ക് അവാർഡാണ്. അപ്പോൾ അവരോടും എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇത് 10th എല്ലാവരും, അതായത് ഇപ്പോൾ 10th എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും നിർണായകമായ നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് നമ്മുടെ ലൈഫിൽ. ഇവിടെ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് മാതാപിതാക്കൾക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേപോലെ പങ്കുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും തീരുമാനിക്കുന്നത് നമ്മൾക്ക് എന്താവണം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്. ഒരുപാട് ആൾക്കാർ വരും നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, നീ അതെടുക്കും, മറ്റേ ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിൽ എടുക്കുന്നല്ല. നമുക്ക് മനസ്സിലുണ്ടാവുന്ന ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ആ ആഗ്രഹം അത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിൽ എന്ത് നമ്മൾ വിചാരിക്കുന്നോ അത് മാത്രം എടുത്ത് തുടർന്ന് ഹയർ എഡ്യൂക്കേഷൻ അത് തുടർന്ന് പഠിക്കുന്നതിന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് പഠിക്കാൻ പറ്റും. വീട്ടുകാർ സയൻസ് എടുക്കാൻ പറയും, മറ്റൊരു അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്ത് ഇഷ്ടമുണ്ടോ അത് മാത്രം എടുത്ത് പഠിക്കും. കാരണം നമ്മൾ ആൾക്കാർ ഫോഴ്സ് ചെയ്ത് നമ്മളൊരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എവിടെ വെച്ചിട്ട് നമ്മളൊരു കണ്ടിന്യൂ ചെയ്യും. കാരണം താല്പര്യമില്ലായ്മ ഉണ്ടാവും, പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. സിനിമയായിരുന്നു എൻ്റെ ലക്ഷ്യം. ആ സിനിമയിലേക്ക് വരാനായിട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അന്ന സമയത്ത് ഇന്നത്തെ പോലെ ഒന്നും പെട്ടെന്ന് സിനിമയിലേക്ക് വരാൻ പറ്റില്ല. ഞാൻ എല്ലാവരും കണക്ട് ചെയ്ത് അസിസ്റ്റന്റ് ഡയറക്ടറാണ് പോയി അവിടെ അതിലേക്ക് എൻ്ററാനുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ഇപ്പോഴും ആ സ്ട്രഗിളെല്ലാം ഞാൻ പിടിച്ചു നിന്ന് ഒരുപാട് വർഷം നമ്മൾ അതിന് അസിസ്റ്റന്റ് ഡയറക്ടറായി നല്ല നല്ല ഡയറക്ടേഴ്സിനൂടെ വർക്ക് ചെയ്യാൻ പറ്റി, പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റി, പിന്നെ ഇടയ്ക്കൊക്കെ ആക്ടിങ് ഉണ്ട്, അങ്ങനെയുണ്ട്. പക്ഷെ അതെന്ന് വെച്ചാൽ എൻ്റെ ഒറ്റ തീരുമാനത്തിന് പുറത്താണ്. കാരണം വേറെ ആരുടെ ഒരുപാട് ആൾക്കാരെ ഫോഴ്സ് ചെയ്യുന്നത് അത് ചെയ്യുന്നത് ഒന്നും ചെയ്തില്ല. ഒറ്റ ലക്ഷ്യത്തിലൂടെ തന്നെ പോവുക. നമ്മളുള്ള എന്താണ് ലക്ഷ്യം, ആ ലക്ഷ്യത്തിലൂടെ മാത്രം നമ്മൾ പോവുക, ഡൈവേർട്ട് ചെയ്ത് പോകാതിരിക്കുക. പിന്നെ ഇനിയിപ്പോൾ വരുന്ന നമ്മൾ ഒരു +1 അല്ലെങ്കിൽ അടുത്തതിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പ് സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ വരും, പല രീതിയിലുണ്ടാവും. നമ്മൾ അവിടെ നിന്നും ഡൈവേർട്ട് ചെയ്യാതെ പല ആൾക്കാരും നമ്മളത്തേക്ക് വരും, പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് മോശമായ രീതിയിലേക്ക് പോകാനും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും പോകാതെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ നോക്കുക. ഒരു 5-6 വർഷത്തോളമായി നമ്മുടെ ഈ ക്ലബ്ബ് നമ്മൾ ആക്റ്റീവായി വന്നിട്ട് അതിൽ നമ്മൾ ഒരുപാട് സാധാരണക്കാരുടെ സഹായങ്ങളും മരുന്ന്, പിന്നെ ഈ അസുഖങ്ങൾക്കുള്ള മെഡിസിൻ, അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്ലബിൽ ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ വർഷം നമ്മളൊരു ടൂർണമെന്റ് നടത്തിയിരുന്നു. അതിന് കുറച്ച് ഫണ്ട് സ്വരൂപിച്ചിട്ടാണ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ ഇതുപോലെ തന്നെ അടുത്ത ടൂർണമെന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒക്ടോബർ സെപ്റ്റംബറിലേക്കാണ് വെച്ചേക്കുന്നത്. അപ്പം അതിന് നമ്മൾ ഈ പഴയ പോലെ പിരിവും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടിട്ട് നമ്മളൊരു സമ്മാന കൂപ്പൺ തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു സ്കൂട്ടർ, പിന്നെ AC, വാഷിംഗ് മെഷീൻ, അങ്ങനെ 2-3 ഐറ്റംസ് വെച്ചിട്ട് ഒരു സമ്മാന കൂപ്പൺ. അപ്പം അതിൻ്റെ കൂടി ഇട്ടൊരു പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തുടങ്ങിയേക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഒരു 10ാം ക്ലാസ് തുടങ്ങി ഒരു ക്ലബ്ബ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു ക്ലബ്ബാണ്. ഇനിയിപ്പോൾ ഒരു 5 വർഷമായിട്ടുള്ള വീണ്ടും ഒന്ന് ആക്റ്റീവായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. പണ്ട് തൊട്ടേ നമ്മുടെ ക്ലബിൻ്റെ ഒരു പ്രധാന സ്വഭാവം എന്ന് വിചാരിച്ച് പറഞ്ഞാൽ നമ്മൾ കൂടുതലും മറ്റുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളത്, അതായത് ചികിത്സാ സഹായം. ഈ ഒരു 5 വർഷമായിട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നമ്മൾ ചികിത്സാ സഹായം, ഈ ടൂർണമെന്റ് നടത്തി കിട്ടുന്ന ഫണ്ടിൽ നിന്ന് ചികിത്സാ സഹായം മറ്റും നടത്തിപ്പോരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം ടൂർണമെന്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തന്നെ ഇതിനോടൊപ്പം അതിൻ്റെ കൂപ്പൺ സമ്മാന നോട്ടീസ് പ്രകാശനം കൂടി ഇതിനോടൊപ്പം നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതും കൂടി ഈ സലാം ബുഹാരി നടത്തും.